അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ചാത്തന്നൂരാണ്. ചാത്തന്നൂരിലെ ശീമാട്ടി ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ആ ജംഗ്ഷനിലാണ്. ഇതാണ് ആ ജംഗ്ഷൻ. ഇവിടെ ആ കാണുന്ന ശീമാട്ടി ഷോപ്പിംഗ് സെൻറ്റർ കണ്ടോ, നേരെ കാണുന്നത്. അത് വന്നതിന് ശേഷമാണ് ഈ ജംഗ്ഷന് ശീമാട്ടി ജംഗ്ഷൻ എന്ന് പേര് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രത്തോട്ട് പോകാം. അപ്പോൾ ചാത്തന്നൂർ ശീമാട്ടി ജംഗ്ഷനിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ടുള്ള കാഴ്ചകൾ കാണാം. വലത് സൈഡ് ബോർഡ് വച്ചിട്ടുണ്ട്, ശീമാട്ടി ബസ് സ്റ്റോപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തോട്ടുള്ള കാഴ്ചകൾ കാണാം. ഞാൻ ഒരിക്കൽ അത് ഈ ട്രിപ്പല്ല, ഈ ഹൈവേയിലെ റൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചാത്തൻഗിരിയിൽ നിന്ന് നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് വന്ന ഒരു വീഡിയോയിലുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് അന്ന് രാവിലെ അല്ല, വൈകുന്നേരമായി ഏതാണ്ട്. ഇന്നിപ്പോൾ ഉച്ച സമയം, നല്ല വെയിലുള്ള സമയം. അപ്പോൾ കുറച്ചുകൂടെ നല്ല കാഴ്ചകൾ കണ്ടുവരാം. ഈ ഇട സൈഡ് കാണുന്നതാണ് കൊല്ലം കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽ. ഈ കാണുന്നതാണ് കൊല്ലം കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽ. അതിൻ്റെ മലയാള പരിഭാഷ വേണമെങ്കിൽ തരാം. ഇതാണ് ബിൽഡിംഗ്. അത്യാവശ്യം വലിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ട്രിവാൻഡ്രത്തുള്ള കാഴ്ചകൾ കാണാം. ഇപ്പോൾ നമ്മൾ 6 വരി പാതയിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലായതുകൊണ്ട് നല്ല ക്ലിയർ വിഷനാണ് ഹൈവേയിൽ. വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞാണ് വരുന്നത്. നമുക്ക് എന്തായാലും ഒതുങ്ങി കൊടുക്കാൻ പോകുന്നവരൊക്കെ പോകട്ടെ. അടുത്തതാ ഇനിയിപ്പോൾ ടോൾ പ്ലാസ വരും. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഷോർട്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ട്രിവാൻഡ്രം വരെ ഇങ്ങനെ അങ്ങ് റോഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. ഇനി ഇവിടെ നിന്ന് സർവീസ് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ മനസ്സിനൊരു വിഷമമാണ്. നല്ല റോഡ് പോയല്ലോ എന്ന്. കാണുന്നതാണ് നമ്മളെ ട്രിവാൻഡ്രത്തിനും കൊല്ലത്തിനും ഇടയ്ക്കുള്ള ടോൾ പ്ലാസ. ഏതാണ്ടൊരു 80-85% പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുത്താൽ മതി. 6 ലൈനുണ്ട്.
വന്നപ്പോഴേ ലോറിക്കാരെല്ലാം സ്ഥലങ്ങൾ പിടിച്ചു തുടങ്ങി. നാഷണൽ ഹൈവേ അതോറിറ്റി പിന്നെ ടോൾ പ്ലാസ ചെയ്യുമ്പോൾ വാഷ്റൂമും എല്ലാ ബിൽഡിങ്ങൊക്കെ കറക്റ്റ് ചെയ്ത് ഇടുന്നുണ്ട് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഒരു റിലീഫായിരിക്കും. പെട്ടെന്നൊക്കെ ദൂരയാത്ര ചെയ്ത് വരുന്നവർക്ക് വാഷ്റൂം പോകണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ടോൾ പ്ലാസ നിർത്തി ഒന്ന് ഫ്രഷ് ആയൊക്കെ പോവാം. വർക്കല ഇടത്തോട്ട്, പള്ളിക്കൽ ഇടത്തോട്ട് നമുക്ക് നേരെ. സ്പീഡൊക്കെ അസൈൻ ചെയ്തിട്ടുണ്ട്. ലോറിക്കും കാറിനും 50 സ്പീഡ് അസൈൻ ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. നീണ്ടു നിവർന്ന് കിടക്കുവാണ് ഹൈവേ. നല്ല വിശാലമായൊരു വ്യൂ ആണ്. എന്തായാലും യൂബറൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രിപ്പുകൾ ഏതെങ്കിലും ട്രിവാൻഡ്രം സൈഡിലോട്ട് കിട്ടുമോ എന്ന് നോക്കാം. നേരത്തെ പ്രാൺ ഹോസ്പിറ്റലിൽ ഒരു ഡ്രോപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ നിന്നപ്പോഴാണ് ഈ ട്രിപ്പ് വിളിച്ചത്. ഇത് ഫാമിലി ആയിട്ടായിരുന്നു. ഫാമിലി ആയിട്ട് പുള്ളി ഗൾഫിലായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്നു. അങ്ങനെ ബന്ധുക്കളെ അടുത്തൊക്കെ പോകാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അവിടെ ഫാമിലി വീട്ടിൽ കൊണ്ടാക്കി. റിലേറ്റീവ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരികയാണ്. എന്തായാലും 4 വരി പാതയിൽ കൂടി പോകുന്ന യാത്രയും 6 വരി പാതയിൽ കൂടി പോകുന്ന യാത്രയും വ്യത്യാസമുണ്ട്. ആട്ടോ, ബൈക്ക്, കാൽനട യാത്രക്കാരെയൊക്കെ പ്രോഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ള ബോർഡൊക്കെ വച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരാരെ അലൗ ചെയ്യില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ വളരെ സങ്കടകരമായ കാഴ്ചയിലോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഹൈവേ അങ്ങനെ കഴിഞ്ഞു. ഇനി പൊട്ടിപ്പൊളിഞ്ഞ സർവീസ് റോഡിൽ കൂടെയൊക്കെയാണ് നമ്മുടെ യാത്ര. അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാഴ്ച. ഇനി വളരെ പതുക്കെ പോകാം. ഹൈവേയിലെ പണിയൊക്കെ എല്ലാവരും കാണണം. ഈ ഒരു അവസ്ഥയിലൊക്കെയാണ് കിടക്കുന്നത്. എന്താണ് ഏതാണെന്നൊന്നും ഒരു പിടിയുമില്ല. നല്ല പൊക്കത്തിലൊക്കെയാണ് ഹൈവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല പൊക്കമുണ്ട്. ഒരു കാറിൻ്റെ അല്ലെങ്കിൽ ഒരു ഇന്നോവ അല്ല, ഒരു ഇന്നോവയും ഒരു ഹാഷ് ബാക്ക് വണ്ടിയും കൂടെ എടുത്ത് വെച്ചാൽ എത്ര പൊക്കമുണ്ടോ ആ പൊക്കത്തിലാണ് ഹൈവേയുടെ പൊക്കം. അങ്ങനെ നമ്മൾ പിന്നെയും വേറൊരു റോഡിലോട്ട് കയറുകയാണ്. മെയിൻ റോഡിലോട്ട്. മെയിൻ റോഡൊന്നും പറയാൻ പറ്റൂല, എന്നാലും ടാർ ചെയ്ത് നല്ല മിനുസപ്പെടുത്തിയിട്ടിട്ടുള്ള കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ആ റോഡും കഴിഞ്ഞു.
കാണുന്നതാണ് ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥ. ഇതിനകത്തൊരു EV ചാർജിങ് യൂണിറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ബാർ അറ്റാച്ച്ഡ് ഹോട്ടലാണ്. ഇവിടെയൊക്കെ പണി തീരാത്ത പില്ലറുകൾ നിൽക്കുന്നു. ആരെയൊക്കെ കാത്തു നിൽപ്പുണ്ട്. സൈഡെല്ലാം പുല്ല് പിടിച്ചു. ഈ കോൺക്രീറ്റ് ഡിവൈഡേഴ്സിലെല്ലാം പുല്ല് വളർന്ന് പിടിച്ച് അതങ്ങ് മൂടിക്കിടക്കുവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഹൈവേ പണിയുടെ അവസ്ഥ. ഇതെന്നേ തീർക്കേണ്ടതായിരുന്നു. ഈ റോഡെല്ലാം പൊങ്ങി നേരെ കാണുന്ന ആ റോഡിലാണ് ചെന്ന് കയറേണ്ടത്. അപ്പൊ അത്രയും പൊക്കത്തിൽ എല്ലാം ചെയ്യണം. ഇപ്പൊ നമ്മൾ താഴെ കൂടെയാണ് പോകുന്നത്. നേരെ കാണുന്ന ആ പില്ലറിന്റെ പൊക്കത്തിൽ റോഡ് പൊങ്ങും. ഇവിടെ സ്ലോ മൂവിങ് ആണ്. ഭയങ്കര ഒരു ഗട്ടറുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് എല്ലാവരും വളരെ പതുക്കെ ഇറങ്ങിപ്പോകുന്നത്. ഒരു ചാനൽ വെട്ടിയത് പോലത്തെ ഒരു ഗട്ടറാണ് ഇവിടെ ഉള്ളത്. നേരെ വന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2 ടയറും ആ ഗട്ടറിൽ ഇറങ്ങിയേ കയറും. ഫ്രണ്ടൊക്കെ നല്ല താഴ്ന്ന വണ്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ട് അടിയിടിക്കും, ഒരയും. ആ രീതിയിലാണ് അവിടെ ഗട്ടർ കിടക്കുന്നത്. പാഞ്ഞ് വന്നവരും സ്പീഡ് വന്നവരും ഒക്കെ ഇപ്പൊ പതുക്കെ പോവാണ്. അതാണ് ഇപ്പോഴത്തെ സർവീസ് റോഡിന്റെ പ്രത്യേകത. സത്യം പറഞ്ഞ ഈ ഹൈവേ പണി കാരണം ഹൈവേയിൽ കൂടെ മുകളിൽ കൂടെ അല്ലെങ്കിൽ സർവീസ് റോഡിൽ കൂടെ ഇറങ്ങി കയറി പിന്നെ ഡൈവേർഷൻ എടുത്ത് ഇറങ്ങി കയറി ഇപ്പോൾ എവിടെ എത്തിയെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലാണ് സ്ഥലങ്ങൾ. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ കല്ലമ്പലം ആയി എന്ന് തോന്നുന്നു. കല്ലമ്പലം അപ്പോൾ അതാണ് അവസ്ഥ. അതെ നമ്മളിപ്പോ കല്ലമ്പലമായി. ഈ കാണുന്നതാണ് കല്ലമ്പലം ടൗണും കല്ലമ്പലം ജംഗ്ഷനും. ഈ റൈറ്റ് സൈഡൊക്കെ നിറച്ച് പില്ലറുകൾ നിൽക്കുവാണ്. ഇത്തിരി നോക്കി പോയില്ലെങ്കിൽ പണിയാണ്. അങ്ങനെ നമ്മൾ കല്ലമ്പലം കഴിയുന്നു. അങ്ങനെ ഇനിയും നേരെ സർവീസ് റോഡിലോട്ട്. കടുവയിൽ പള്ളി, കടുവയിൽ ജംഗ്ഷൻ, ആ പള്ളി കഴിഞ്ഞു. കടുവയിൽ ജംഗ്ഷൻ കഴിഞ്ഞായിരുന്നു. അതൊരു ചെറിയൊരു ടൗൺ, പക്ഷേ അത്യാവശ്യം നല്ല നിറച്ച് കടകളുണ്ട്. വെജും നോൺ വെജും ചിക്കനും മട്ടനും വെറൈറ്റി ഡിഷസ് ഒക്കെ ഉള്ള ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. കടുവയിൽ ജംഗ്ഷൻ, നല്ല പേര്. നല്ല ടാറിട്ട റോഡ്, ഒരു ലോങ് വ്യൂ ഒക്കെ ഉണ്ട് ഇതുവഴി വരുമ്പോൾ.
ചെറിയ ചെറിയ തണൽ മരങ്ങൾ സൈഡിലെല്ലാം ഉണ്ട്. ഒരു സെൻ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. ചാത്തൻപാറ. നമ്മളങ്ങനെ ചാത്തൻപാറ എത്തി. ഇവിടെ അത്യാവശ്യം നിറച്ച് ഹോട്ടലുകളുണ്ട്. റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡൊക്കെ ലോറിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ വർക്ക്ഷോപ്പുണ്ട്. കാറിൻ്റെയൊക്കെ ഇട സൈഡൊക്കെ ഉള്ളത് വർക്ക്ഷോപ്പാണ്. വെൽക്കം ടു ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്. നമ്മളത് കഴിഞ്ഞ് ആറ്റിങ്ങലിലോട്ട് കയറി. ഇവിടെ എല്ലാം കുഴിമന്തി കടകളാണ്. കുഴിമന്തി, ബെസ്റ്റ് ബേക്കറി, റൈറ്റ് സൈഡ് ഒരു പള്ളി, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ അടുത്തൊരു സ്ഥലമെത്തി. ആലങ്കോടെത്തി. ആലങ്കോട് ജംഗ്ഷൻ എത്തി. ആലങ്കോട് ജംഗ്ഷൻ. ആലങ്കോട് ജംഗ്ഷൻ കഴിഞ്ഞു. അത്യാവശ്യമുള്ളവരെല്ലാവരും പോട്ടെ, നമ്മൾ പതുക്കെ പോവുള്ളൂ. പക്ഷേ ഈ സ്പീഡിൽ പോയിട്ട് കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ അവിടെ എവിടെയെങ്കിലും ബ്ലോക്ക് ആവും. ഇവിടെ എല്ലാം അവിടെ കിടക്കും. അതാണ് കുഴപ്പം. ശരി, പോട്ടെ. അത്യാവശ്യമുള്ളവരൊക്കെ വേഗം പോട്ടെ. KSRTCയുടെ ബസ് വരുന്നു. മൂകാംബിക, വോൾവോ മൂകാംബിക ബസ് പോയി. ഒരു പാലം ക്രോസ് ചെയ്തു. ഒരു ആംബുലൻസ് സൈറനൊക്കെ ഇട്ടുകൊണ്ട് പോയി. അതൊരു എമർജൻസി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആറ്റിങ്ങലെത്തി. ആറ്റിങ്ങൽ സിഗ്നൽ കഴിഞ്ഞു. റൈറ്റ് സൈഡ് ഫുള്ള് വണ്ടി ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. സിഗ്നൽ ബ്ലോക്കാണ്, ഭയങ്കര ബ്ലോക്കാണ് ആറ്റിങ്ങൽ. ഈ വണ്ടികളെല്ലാം ട്രിവാൻഡ്രത്തുനിന്ന് അല്ലെങ്കിൽ കഴക്കൂട്ടത്തുനിന്ന് ആറ്റിങ്ങലിലോട്ട് വന്ന വണ്ടികളാണ്. ഇതെല്ലാം ബ്ലോക്കായി കിടപ്പുണ്ട്.
ആറ്റിങ്ങലൊരു വലിയ ഒരു ടൗൺഷിപ്പാണ്, വലിയ ടൗൺഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇഷ്ടംപോലെ കടകൾ, ഇഷ്ടം പോലെ. ഇതും ഏതാണ്ട് ഒരു 1-1.5 കിലോമീറ്ററോളം ഇങ്ങനെ ബിസിനസ് ഏരിയയാണ് മൊത്തം. പാർക്കിംഗ് ഒക്കെ കണക്ക് തന്നെ. പാർക്ക് ചെയ്തിട്ട് കടകളിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. പാർക്കിംഗ് ഫെസിലിറ്റി കുറവാണ്. വലിയ കടകളിൽ മാത്രമേ പാർക്കിംഗ് ഒക്കെ ഉള്ളൂ. ചെറിയ കടകളിലൊക്കെ കയറി സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കാറിൽ വന്നാൽ പറ്റില്ല, അത് ബൈക്കിൽ തന്നെ വരണം. ഇവനൊരു ഓട്ടോ പോലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ആറ്റിങ്ങലിൽ. അതാണ് ആറ്റിങ്ങൽ. ഈ നമ്മൾ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡാണ് റൈറ്റ് സൈഡ് കിടക്കുന്നതൊക്കെ. ബസ് സ്റ്റാൻഡ് റൈറ്റ് സൈഡ് ബസ് കിടപ്പുണ്ട്. ടൗണ് വിട്ടു. പിന്നെ ഒരു കടയിൽ ഉച്ചയ്ക്കൊന്നും ഫുഡ് കഴിച്ചില്ല. കഴിക്കുന്ന സമയത്തായിരുന്നു ആ ചാത്തന്നൂർ ട്രിപ്പ് വന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ കയറി എന്തെങ്കിലും കഴിക്കണം, വിശക്കുന്നു. ചോറൊന്നും കിട്ടാൻ സാധ്യതയില്ല. വേറെ എന്തെങ്കിലും ലൈറ്റായിട്ട് വല്ലതും കഴിക്കാം. ലൈറ്റായിട്ട് കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. കാരണം ഇപ്പോൾ ഹോട്ടലിലെല്ലാം ഫുഡിനൊക്കെ ഭയങ്കര വിലയാണ്. ഇടത്തോട്ട് പോകുന്നതാണ് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ്. നമ്മളതിൻ്റെ ഒരു 1-2 വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും ചെറിയ കടകൾ, വണ്ടി ഒതുക്കി ഇട്ടിട്ട് കയറാൻ പറ്റിയ വല്ല കടകളും ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ കയറി വല്ലതും കഴിക്കാം. സാധ്യത കുറവാണ്. എല്ലാം ചായ, കടി അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ തട്ടുകടകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ചെറിയ ഹോട്ടലുകളൊന്നും കാണാനില്ല. ഹൈക്കോർട്ട് ജഡ്ജ് പോയി, ജസ്റ്റ് പാസ് ചെയ്ത് പോയി. അതാണ് സാറിനിട്ടൊരു പോലീസ് വണ്ടി ലൈറ്റൊക്കെ ഇട്ട് പോയത്. കടകൾ കാണുന്നില്ല. എന്തായാലും നോക്കാം. കടകളൊക്കെ, ചില കടകളൊക്കെ ക്ലോസ്ഡ് ആണ് ഗൈസ്. ചില കടകളിൽ ചായയും കടിയും മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളെ കാണുന്നുള്ളൂ. വലിയ കടകളൊന്നും കാണുന്നില്ല. തട്ടുകടയിലും ചായയും പലഹാരങ്ങളും മാത്രം. പണി നടക്കുന്ന 6 വരി പാതയിലോട്ട് കയറി കുറച്ച് ദൂരം പോവാം. ഇവിടെ ഇനിയും പണികളുണ്ട്.
വരച്ചിട്ടില്ല. കുറച്ച് ദൂരമേ ഉള്ളൂ, കഴിഞ്ഞു. ഇത്ര തന്നെ റോഡ് അത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ എന്താ ചെറിയ റോഡിലോട്ട് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ പിന്നെ ഹൈവേയുടെ താഴെ ഇറങ്ങി, സർവീസ് റോഡിൽ ഇറങ്ങി. ഇവിടെയൊക്കെ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴൊന്നുമില്ല. ഇവിടെ എല്ലാം പുല്ല് പിടിച്ച് കിടക്കുകയാണ്, സൈഡെല്ലാം. ഒരു സൈഡ് ഭയങ്കര ഒരു മലയും ഒന്നും പോലെ, അതാ കണ്ടോ, ഹൈവേ സൈഡാണ്. സർവീസ് റോഡ്. അപ്പോൾ ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഒന്നും കാണാനില്ല. അപ്പോൾ ഫ്രണ്ട്, നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചു. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ബാക്കിലോട്ട് പോയി പിക്കപ്പ്. തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിലാണ് ഡ്രോപ്പ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, കസ്റ്റമർ റൈഡ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആ ട്രിപ്പ് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കിനി എന്തായാലും കുറച്ച് ദൂരം വന്നുള്ളൂ, 500 മീറ്ററേ വന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് യൂട്ടേൺ എടുത്ത് പോകാം. എന്തായാലും ഒരു ഹോട്ടല് കണ്ടു, വിഷ്ണു ഹോട്ടൽ. ഊണ് റെഡി, ബിരിയാണി. ഊണും ബിരിയാണിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം. എന്തായാലും നമുക്കൊന്ന് കയറാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ചപ്പാത്തി ഉള്ളിക്കറിയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ഹോട്ടലാണെങ്കിലും അകത്ത് ഒരുപാട് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. വിഷ്ണു ഹോട്ടൽ, 16 മൈൽ, തോന്നയ്ക്കൽ. അതാണ് സ്ഥലം. നമ്മൾ തോന്നയ്ക്കൽ എത്താറായി. അപ്പം എന്തായാലും നമുക്ക് പോവാം. ആ ഹോട്ടല് അപ്പുറത്തെ സൈഡായിരുന്നു. അതായത് നമ്മൾ കഴക്കൂട്ടത്തുനിന്ന് കൊല്ലത്തോട്ട് പോകുന്ന സൈഡിലായിരുന്നു ആ ഹോട്ടല്. നമ്മളിപ്പോൾ ആ സർവീസ് റോഡിൽ നിന്ന് കറങ്ങി യൂട്ടേൺ എടുത്ത് കഴക്കൂട്ടത്തോട്ട് പോകാനുള്ള സർവീസ് റോഡിൽ കയറിയിരിക്കുകയാണ്.
നമുക്ക് നമ്മൾ തോന്നയ്ക്കലെത്തി. അടുത്ത് നേരെ നമുക്ക് കഴക്കൂട്ടത്തോട്ട് പോകാം. ഞാൻ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് ആണ് നേരത്തെ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയത്. പിന്നെയും തിരിച്ച് വന്നിട്ട് പിന്നെ ഇതിനകത്തൂടെ തന്നെ പോയി ആണ് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചത്. 2 പ്രാവശ്യം ഇതിനകത്തൂടെ കയറി. നല്ലൊരു ഇറക്കം, നല്ലൊരു കുത്തിറക്കം പോലെ സർവീസ് റോഡ്. സർവീസ് റോഡിൽ അവിടെ എവിടെയായിട്ട് ഓരോരോ ഗട്ടറുകളുണ്ട്. സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്, നല്ല സ്പീഡിൽ പോകാമെന്നൊക്കെ. പക്ഷേ വലിയ സ്പീഡിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. എവിടെയാണ് കുഴികൾ, ഗട്ടറുകൾ, റോഡ് മോശമായി കിടക്കുന്നതെന്ന് അറിയാമില്ല. പെട്ടെന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ സ്പീഡിൽ പോകാനും പറ്റൂല ഇതുവഴി. അതാണ് ഒരു കുഴപ്പം. സർവീസ് റോഡ് ചെറിയ ട്രാഫിക് ഉണ്ട്. എന്താണ് കാര്യമെന്നറിയില്ല. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം. തന്നെ ഇതൊരു വലിയ പില്ലറാണ് വലത് സൈഡ് കൊടുത്തിട്ടുള്ളത്. മംഗലപുരം. പണ്ടത്തെ മംഗലപുരത്തിന്റെ മുഖഛായ തന്നെ മാറി ഇരിക്കുകയാണ്. ജംഗ്ഷൻ കഴിഞ്ഞു. രണ്ട് സൈഡും കാട് പിടിച്ച് കിടക്കുകയാണ്. ഹൈവേ പണി. നമ്മളിപ്പോൾ ഏതാണ്ട് പള്ളിപ്പുറം എത്താറായി. ആംബുലൻസ് ഒക്കെ പോകുന്നു. എമർജൻസിയാണ്. ഇവിടെയും ഇങ്ങനെ 2 പില്ലറുകൾ നിൽക്കുന്നു. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാലാണ് ടെക്നോ പാർക്ക് ഫേസ് 4 പള്ളിപ്പുറം. ഒരു വലിയ മെഷീനറിയൊക്കെ മൂവ് ചെയ്യിച്ചുകൊണ്ട് പോകുന്നു. എങ്ങോട്ട് പോകുന്നു എന്തോ. ഇവിടെ 2 സൈഡ് പണ്ടത്തെ പോലെ തന്നെ മഴ പെയ്യുമ്പോൾ ഫുള്ള് കാട് പിടിച്ച് ഇങ്ങനെ കിടക്കും. ഒരു വലിയ പില്ലർ, വലിയ ഫ്ലൈ ഓവറിന്റെ പില്ലർ. ഇവിടെ റൈറ്റ് സൈഡാണ് CRPFന്റെ ക്യാമ്പ് പള്ളിപ്പുറത്ത്. ലെഫ്റ്റ് സൈഡും അവരുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്.
ആമ്പൂർ പോകുന്ന ബസ്സാണ്. ഇവിടെയും ചെറിയ ചെറിയ വലത് സൈഡ് കൂടാരം പോലെ കാണുന്ന ചെറിയ തട്ടുകടയാണ്. ഇവിടെ ചായക്കട അല്ലാതെ തട്ടുകട, തട്ടുദോശ എല്ലാം ഓണായി വരുന്നു. നമ്മൾ പിന്നെയും സർവീസ് റോഡിലോട്ട് ഇറങ്ങുന്നു. അങ്ങനെ നമ്മൾ കണിയാപുരം എത്തുന്നു. ഇതുവരെ യൂബറിൽ ട്രിപ്പൊന്നും അടിച്ചില്ല. ഇവിടെ നിന്ന് ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു കണിയാപുരം. ഇവിടെ നിന്ന് കണിയാപുരം, കഴക്കൂട്ടം, കുളത്തൂര്, വെൺപാലവട്ടം, ചാക്ക, ഈഞ്ചക്കൽ, അങ്ങനെ കയറി അങ്ങ് വീട്ടിൽ പോകാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ കഴക്കൂട്ടം വെട്ട് റോഡെത്തി. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോകുന്നതാണ് കിളിമാനൂര്, വെഞ്ഞാറമൂട്. അപ്പോൾ അവിടെ നിന്ന് നിറച്ച് വണ്ടികൾ വരും. അപ്പോൾ അതിൻ്റെ ബ്ലോക്കാണ്. ട്രാഫിക് പോലീസ് ഉണ്ട്, പുള്ളി തന്നെ ഡീൽ ചെയ്യുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മൾ ഇനി നേരെ കഴക്കൂട്ടം ജംഗ്ഷൻ എത്താറായി. നമുക്കപ്പോൾ മെയിൻ റോഡ് കയറി ഫ്ലൈ ഓവർ വഴി അങ്ങ് പോവാം. അതാണ് എളുപ്പം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ട്രിവാൻഡ്രത്തെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ വെച്ച് നിർത്താം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ആയിരുന്നു ഭയങ്കര ശോകം. അപ്പം എന്തായാലും നമുക്ക് ഇന്നിവിടെ ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരുടെയും ലൈക്കും സബ്സ്ക്രൈബും എല്ലാവരും ചെയ്യണം. വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും. പിന്നെ ഇനി അടുത്തൊരു ദിവസം നമുക്ക് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. നല്ലൊരു സൺഡേയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.